Meet the editors. ക്രിമിനൽ കൂട്ടമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഡോക്ടർ അരുൺ ആലപ്പുഴയിൽ നിന്നുണ്ട്. ഞാൻ ഡോക്ടർ അരുണിലേക്ക് ആദ്യം പോകുന്നു. ഡോക്ടർ അരുൺ, ഇപ്പോൾ ക്രിമിനൽ കൂട്ടമോ എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസിനെ ആകെ വെച്ചുകൊണ്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നതല്ല. യൂത്ത് കോൺഗ്രസിൽ നന്നായി പ്രവർത്തിക്കുന്ന, മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം അതിൽ ആധിപത്യം നേടുന്നു. അവർ തീരുമാനിച്ച പ്രകാരം പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം എന്നുള്ളത് ആക്രമണത്തിന്റെ സ്വഭാവത്തിലാകുന്നു. ഒരു പ്രത്യേക രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ക്രിമിനൽ കൂട്ടമോ എന്നാണ് നമ്മുടെ ചോദ്യം. ഞാനിതിനെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്. നെഹ്റു പണ്ട് ശങ്കറിനോട് പറഞ്ഞത് ഡോണ്ട് സ്പെയർ മീ എന്നാണെങ്കിൽ, ഇന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്നവരുടെ ഫാൻ സംഘം പറയുന്നത് ഐ വോണ്ട് സ്പെയർ യു എന്നാണ്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്നുള്ളത് ജനാധിപത്യത്തിന്റെ അന്ത്യമാണ് എന്ന് ഇന്ത്യയെ പരിചയപ്പെടുത്തിയത് കോൺഗ്രസ് ആണ്. അത് അടിയന്തരാവസ്ഥയുടെ കാലത്താണ്. അടിയന്തരാവസ്ഥയുടെ ഇതുപോലെ കിരാതമായ ഒരു കാലം സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പത്രസ്വാതന്ത്ര്യം മാത്രമല്ല, എല്ലാ പൗരാവകാശങ്ങളും ഹനിക്കപ്പെട്ടത് സഞ്ജയ് ഗാന്ധിയും ആ കുടുംബവാഴ്ചയും എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നശിപ്പിച്ചത് എന്നതിന്റെ ഉദാഹരണമാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സമാനമായ സാഹചര്യമാണ്. ഓർമ്മിക്കണം, പ്രതിപക്ഷത്താണവർ. പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയുടെ, ഒരു യുവജന സംഘടനയുടെ ഒരു വിഭാഗം മാത്രം ഫാൻസ് അസോസിയേഷനുകളായി, വെട്ടുകിളികളായി സൈബർ ആക്രമണം നടത്തുന്നത് ഒരു വശത്ത്. അവരിൽ ചിലർ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കാൻ വരുന്നു. അവർക്ക് റിപ്പോർട്ടറിന്റെ പ്രവർത്തകർക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ അസഭ്യം പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തുന്നു. അതിന്റെ പേരിൽ കേസുകൾ വരുന്നു. പലരും അറസ്റ്റിലാവുന്നു. ഇന്ന് പലരും ജയിലുകൾക്കുള്ളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെയായിരുന്നു കോൺഗ്രസ് എന്നതിന്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഇന്ന് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രതിപക്ഷത്തിരുന്ന് കാണിച്ചത്. പക്ഷെ അത് കേരളത്തിൽ വില പോവില്ല. കേരളത്തിൽ അധികാരം കോൺഗ്രസിനില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നെ ഭയപ്പെടുത്തുന്നത് ഇതേ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്ക്, ഗർഭഛിദ്രം നടത്തുന്നവർക്ക്, ഗർഭഛിദ്രം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവർക്ക് സംരക്ഷണം നൽകുന്ന ഈ വെട്ടുകിളിക്കൂട്ടം അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ സ്ത്രീ സുരക്ഷ എന്തായിരിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും കേരളത്തിലെ കോൺഗ്രസ് നൽകുന്ന എക്കാലത്തെയും മറക്കാനാവാത്ത ഒരു അടയാളമായിട്ടത് മാറുകയും ചെയ്യും. അത് കോൺഗ്രസിന് ഏൽപ്പിക്കുന്ന പരിക്ക് ചെറുതല്ല. ഇതിനകം തന്നെ പരിക്ക് ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിനല്ല, അവിടെ ബീഹാറിൽ വോട്ടുചോരി യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയോട് ദേശീയ BJP ചോദിക്കുന്നു, ഇതാണോ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്? ഇതാണോ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്ന മാധ്യമ സ്വാതന്ത്ര്യം? 2023 രാഹുൽ ഗാന്ധി വാഷിംഗ്ടണിൽ പോയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഈ പത്രസ്വാതന്ത്ര്യം ലോകത്തെമ്പാടും ദുർബലമായി കൊണ്ടിരിക്കുകയാണ്, ജനാധിപത്യത്തിന് വിമർശനം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെതിരെ, ഒരു സീരിയലായിട്ടുള്ള ഒരു പ്രെഡേറ്ററിനെതിരെ യുവതികൾ വന്ന് വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ആ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട മാധ്യമത്തിനെതിരെ ആക്രമണം നടത്തുന്നതിലൂടെ എന്തുതരം പത്രസ്വാതന്ത്ര്യമാണ് രാഹുൽ ഗാന്ധിയുടെ സംഘടനയുടെ യുവജന വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്? എന്റെ ആദ്യത്തെ ചോദ്യമാണ്. ഇന്നിപ്പോൾ ഇത് BJP ഹാൻഡിലുകൾക്ക് ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാളെ പാർലമെന്റിൽ സ്വാഭാവികമായും BJP ഈ ചോദ്യം ഉന്നയിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ തലകുനിച്ചു നിൽക്കേണ്ടി വരും പാർലമെന്റിൽ രാഹുൽ ഗാന്ധി. KC വേണുഗോപാൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സംഘടനാ ചുമതലയുള്ള ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. VD സതീശൻ ഇന്നിപ്പോൾ ദുബായിലാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഏറ്റവും ദുർബലനായ ഒരു KPCC അധ്യക്ഷനായി മാറുന്നു. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പോലും ഈ വിഷയത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം ഷാഫി പറമ്പിലും സംഘവും ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുകയും മുതിർന്ന നേതാക്കളതിന് മൗനാനുവാദം നൽകിയിരിക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഷാഫി പറമ്പിൽ ഇന്ന് ഈ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഈ ആക്രമണം നടത്തിയവർക്കും അവരുടെ സംഘാംഗങ്ങൾക്കുമായി തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ വലിയ വരവേൽപ്പ് എന്ന മട്ടിലൊരു പ്രതിഷേധവും നമ്മൾ കണ്ടു. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതൃത്വമുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത് നമ്മളാരുമല്ലല്ലോ, ശശി തരൂരല്ലേ. ആ KPCC പ്രസിഡന്റ് സുധാകരൻ പോയതിനു ശേഷം കോൺഗ്രസ് തിരികെ വരുമെന്ന് കരുതിയെ നമുക്ക് പിഴയ്ക്കുകയാണോ?
യഥാർത്ഥത്തിൽ ഇവരെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്ന ഒരു നേതൃത്വം കോൺഗ്രസിൽ ഇല്ലാതെ പോയതാണോ? വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാളെ മഹിളാ കോൺഗ്രസിന്റെ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായി. കാരണം ഇവരുടെയൊക്കെ മുഖം എന്നേക്കുമായിട്ട് ഇങ്ങനെ പതിഞ്ഞു കിടക്കും. സ്വന്തം പാർട്ടിയിലെ പാർട്ടി അനുഭാവമുള്ള നേതാക്കൾക്കും വനിതാ നേതാക്കൾക്കെതിരെ, എന്തിനേറെ KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയ്ക്ക് പോലും ഭയമുള്ള ഒരു സീരിയൽ പ്രഡേറ്ററെ പ്രതിരോധിക്കാൻ വേണ്ടി മാധ്യമ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയവരെ വനിതാ കോൺഗ്രസിലെ തന്നെ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിലെ തന്നെ അംഗങ്ങൾ ഇറങ്ങി പ്രതിരോധിക്കുന്ന കൗതുകകരമായ ഒരു കാഴ്ച അതെങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ മുഖം എന്നേക്കുമായിട്ടുണ്ടാകും. ഇവർ നാളുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ ഒരൊറ്റ ചോദ്യമേ പ്രതിപക്ഷം ചോദിക്കൂ. നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ആണോ പുറത്തിറങ്ങിയത്, അതോ അവർക്ക് വേണ്ടി അവരെ നിരന്തരം പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച് ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ തെരുവിൽ സമരം ചെയ്തവരല്ലേ എന്ന ചോദ്യം ഉണ്ടാവും. അങ്ങനെയുള്ള ചോദ്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ വനിതാ പ്രവർത്തകർ മാറി നിൽക്കുക? എങ്ങനെയാണ് ഈ യുവജന സംഘടനകൾ മാറി നിൽക്കുക? അതുകൊണ്ടാണ് ഇതിൽ കൊട്ടേഷൻ സംഘങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ മാത്രം കളത്തിലേക്ക് ഇറക്കി വിട്ട് ബാക്കി നേതാക്കൾ അണിയറയിലാണ്. കാരണം ഒരു പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാർട്ടിയിലില്ല. പാർട്ടിയിലില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഇവർ നടത്തിയിരിക്കുന്ന ഈ നാടകം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അത് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഇനി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. ഇത് KPCCയുടെ തീരുമാനമാണ്. സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCCയുടെ അധ്യക്ഷനാണ് ഇതിന് മറുപടി പറയേണ്ടത്. ആ മറുപടിയാണ് കേരളം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കോൺഗ്രസ് അങ്ങേയറ്റം പ്രതിരോധത്തിലായൊരു ദിനം കൂടിയാണ്. ഒരിക്കൽ കൂടി കോൺഗ്രസ് അതിന്റെ ദൗർബല്യം, നേതൃത്വത്തിന്റെ അഭാവം എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ ഇനി പറഞ്ഞു തുടങ്ങും. BJP ഇനി അത് പ്രചരണായുധമാക്കി മാറ്റും. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പോലും തലയുയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൽ ഒരു ചെറിയ പക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മാധ്യമ സ്വാതന്ത്ര്യമെന്ന് കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾക്ക് പറയാൻ എന്ത് അധികാരം എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് ഫോർത്ത് എസ്റ്റേറ്റ്സ് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുകയാണ് എന്നാണ് പലപ്പോഴും പറയുക. പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യമില്ലാത്തിടത്ത് ജനാധിപത്യത്തിന്റെ പ്രാണവായു ഇല്ലാതാവുന്നു എന്നാണ് അർത്ഥം. അടിയന്തരാവസ്ഥയിൽ അനുഭവിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തു നിന്നൊരു യുവജന സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഭയപ്പെടുത്തുന്നു. പക്ഷേ ആ ഭയം ഇല്ലാതെ തന്നെ ഈ പണി നമ്മൾ തുടരും. ഈ കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ നിലപാട് ഈ വിഷയത്തിൽ. ക്രിമിനൽ കൂട്ടമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സ്മൃതി, എനിക്ക് അതിന് മുമ്പ് 1-2 കാര്യം പറയാനുണ്ട്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TV അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 74% വനിതാ മാധ്യമ പ്രവർത്തകർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് റിപ്പോർട്ടർ TV. ഡെസ്കിൽ 74% വനിതാ മാധ്യമ പ്രവർത്തകരാണ്. ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡിൽ 2 പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന 2 വനിതാ മാധ്യമ പ്രവർത്തകരാണ്. ഞങ്ങളുടെ ഡെസ്ക് ചീഫിലിരിക്കുന്നത് വനിതാ മാധ്യമ പ്രവർത്തകയാണ്. കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിലും ഇത്രയധികം വനിതാ മാധ്യമ പ്രവർത്തകർ 74% മാധ്യമ പ്രവർത്തകർ വർക്ക് ചെയ്യുന്നുണ്ട്, വനിതാ മാധ്യമ പ്രവർത്തകർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിവില്ല. കാരണം നമ്മൾ അതിനകത്ത് അഭിമാനത്തോടു കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഈ റിപ്പോർട്ടർ TV 1-ാം സ്ഥാനത്തെത്തിയത് ആരുടെയും പരിലാളന കൊണ്ടിട്ടല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളും ആണ് ഞാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TVയിൽ നിന്നും രാജിവെച്ചു പോയ 2 വനിതാ മാധ്യമപ്രവർത്തകർ, 2-3 മാസം മുന്നേ രാജിവെച്ചു പോയ 2 വനിതാ മാധ്യമപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ അവർക്കൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്ന വനിതാ മാധ്യമപ്രവർത്തകർ നമ്മുടെ മുന്നിൽ അതിന് മുൻപ് പറഞ്ഞിട്ടില്ല, നമ്മുടെ ICICയിൽ അതിന് മുന്നേ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ രാജിക്കത്തിലും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അതുകൂടാതെ ഈ കാര്യം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അയ്യോ ഇതൊന്നും ഞങ്ങൾ മറച്ചു വെക്കാം എന്നൊരു നിലപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ എന്തെങ്കിലും സംവിധാനമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പൂർണ്ണമായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് എൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അതിൽ എഡിറ്റോറിയൽ ബോർഡിൻ്റെയും നിലപാട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് നിലപാടും. അപ്പം നമുക്ക് ഇവർക്ക് എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകർ എന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത 2 വനിതാ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങളോട് പറയാം. നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാവിധ സഹകരണം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് തെറ്റില്ല. അതുമാത്രമല്ല, ഇവർക്ക് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടോ? പോലീസ് കംപ്ലയിൻറ്റിൻ്റെ ആ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുകയും അതിനകത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്നലെയാണ്. റിപ്പോർട്ടർ TVയുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കാൻ ശ്രമിച്ചതും മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചതും മിനിഞ്ഞാന്നാണ്.
മിനിഞ്ഞാന്നെന്ന് പറയുന്നത് വടകരയിലും കോഴിക്കോടും ഒക്കെ കയ്യേറ്റം ശ്രമിച്ച മിനിഞ്ഞാന്നാണ്. അപ്പോൾ ഈ പോസ്റ്റുകളൊന്നും വന്നിട്ടില്ലല്ലോ, ഒരു കാര്യവും നടന്നിട്ടുമില്ല. ആ സമയത്ത് എന്തിനാ യൂത്ത് കോൺഗ്രസ്സുകാർ റിപ്പോർട്ടർ ടി വിയുടെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ശ്രമിക്കാൻ ശ്രമിച്ചത്? അവരെ അടിക്കാൻ ശ്രമിച്ചത് എന്തിനാ? വാഹനം പോറിച്ചത് എന്തിനാ? തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചത് എന്തിനാ? ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മളോടുള്ള ഒരു അസഹിഷ്ണുത കൊണ്ടല്ല, എന്താണ് നമ്മൾ ചെയ്ത വാർത്തയോടുള്ള പ്രതിഷേധമാണ്. നമ്മൾ ചെയ്ത വാർത്ത എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു 1, 2, 3 പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരെ ഗർഭിണിയാക്കുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്ത ഓഡിയോ പുറത്തു വന്ന് ടെലികാസ്റ്റ് ചെയ്താണ് പ്രശ്നം. അതാണ് നമ്മൾ ഇവർക്ക് വാർത്ത ചെയ്തതിൽ പ്രശ്നം. ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് മൂടി വെക്കണോ? ഇത് മൂടി വെച്ചിട്ട് അയ്യോ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ത്രീ ലംബടനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? നമ്മളെ കിട്ടില്ല അതിന്, മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളോട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിളിച്ചു പറയാണ് ഇതൊക്കെ നിങ്ങൾക്കെതിരെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഒതുക്കി തീർക്കുന്നത് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടർ ടി വി ഇവരെല്ലാം എന്താണ് കള്ളന്മാരെയും ഈ കൊള്ളക്കാരെയും ഈ പീഡകരെയും എല്ലാം സംരക്ഷിച്ച് ഇവരെല്ലാം ഈ പറഞ്ഞ് ഇനിയും പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താണ് സംവിധാനത്തിലേക്ക് ഇറക്കി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനെതിരെ ഏത് നിലപാട് സ്വീകരിക്കണം? ഇത് റിപ്പോർട്ടർ ടി വി പൂട്ടേണ്ടി വന്നാലും ആ നിമിഷം വരെ ഞങ്ങൾ പോരാടും എന്നുള്ളതാണ്. സ്ത്രീകൾ നടത്തിക്കൊണ്ട് പോകുന്ന ചാനലാണിത്, വനിതാ പ്രവർത്തകർ നടത്തിക്കൊണ്ട് പോകുന്ന ചാനലാണ്. അഭിമാനത്തോടു കൂടി മാനേജിംഗ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റും. കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്ക് അത് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അപ്പം ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പട ഗുണ്ടകൾ റിപ്പോർട്ടർ ടി വിയുടെ തൃശ്ശൂർ ഓഫീസിലേക്ക് വന്ന് അടിച്ചു കയറി പൊളിക്കുകയാണ്. ഏത് ശൈലിയിലാണ്? കരിയോർ ഒഴിക്കുകയാണ്. റിപ്പോർട്ടർ ടി വി ചെയ്ത തെറ്റെന്താ? യൂത്ത് കോൺഗ്രസ് പറയണ്ടേ? റിപ്പോർട്ടർ ടി വി ചെയ്ത തെറ്റെന്താ? കോൺഗ്രസ് നേതാക്കന്മാർ പറയണ്ടേ? എന്ത് തെറ്റ് ചെയ്തത്? വാർത്ത കൊടുക്കുക. എന്ത് വാർത്ത കൊടുക്കേണ്ടതാണ് അവരുടെ നിലപാട്? വരുന്ന വാർത്തകളെല്ലാം മൂടി വെക്കുക എന്നുള്ള നിലപാടാണോ സ്വീകരിക്കേണ്ടത്? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ കോൺഗ്രസിനെതിരെയോ ഞങ്ങൾ BJPക്കെതിരെയോ നമ്മൾ CPM എതിരെയല്ല വാർത്ത ചെയ്യുന്നത്, വാർത്തകളെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. റിപ്പോർട്ടർ ടി വി 1ാം സ്ഥാനത്ത് വന്നത് എങ്ങനെയാണെന്നറിയോ? റിപ്പോർട്ടർ ടി വി റൈറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത കൊടുത്തിട്ടല്ല, വാർത്ത നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് കിട്ടിയ റൈറ്റിംഗ് ആണ് റിപ്പോർട്ടർ ടി വി 1ാം സ്ഥാനം എന്ന് പറയുന്നത്. ഞങ്ങൾ കിട്ടിയ വാർത്തകളെല്ലാം നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. ഞങ്ങൾ അതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല, ഞങ്ങൾ മൂടി വെച്ചിട്ടില്ല. ഈ പറയുന്ന ഒരു മാധ്യമങ്ങളും കേരളത്തിലേക്ക് കൊടുക്കാത്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഓഡിയോ എടുത്ത് കൊടുത്തു. അതുകൊണ്ടാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കുന്നത് അല്ലേ? ആ പെൺകുട്ടി ഇന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി ഓഡിയോകളുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം, വീഡിയോകളുണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ആ കുട്ടി പറയണം, സാർ നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളൂ, ഈ ഇരയായ കുട്ടികൾ പറയട്ടെ, ഞങ്ങൾ കൊടുക്കുക. അത് ഞങ്ങളെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം. ഇനി ഇവർ മിണ്ടുന്നില്ല, ഞങ്ങളൊന്ന് കോംപ്രമൈസ് ആകുമെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് അവിടെ നിങ്ങൾക്ക് തെറ്റി. ആ ഒരു ശൈലിയിലേക്ക് നമ്മളെ ഒതുക്കി തീർത്ത് കളയുക, കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കളയുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലും അടിക്കും, ഞങ്ങൾ സമരം നടത്തും, കരിയോയിലൊഴിക്കും, വണ്ടി തല്ലിപ്പൊളിക്കും, മാധ്യമപ്രവർത്തകരെ തല്ലും എന്ന് പറയുന്ന ശൈലിയിലേക്ക് എന്ന് മുടങ്ങിയ കോൺഗ്രസ് മാറി എന്നുള്ളതാണ്. ഇവരുടെ ശൈലി അതാണോ? കോൺഗ്രസിൻ്റെ സംസ്കാരം അതാണോ? ഈ കോൺഗ്രസിൻ്റെ സംസ്കാരം വെച്ചിട്ടാണോ കോൺഗ്രസ് ഇത്രയും നാളും വളർന്നത്? നമ്മൾ ഭരണഘടന ഉയർത്തി വന്ന രാഹുൽ ഗാന്ധിൻ്റെ ഫോട്ടോ എടുത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കൊടുത്തുകൊണ്ടിരുന്നതാണ് ഈ റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്നത് അല്ലേ? എല്ലാ സ്ഥലത്തും ഇപ്പം സമരം ചെയ്യുന്നതിനാ രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സമരം ചെയ്യുന്ന രാഹുൽ ഗാന്ധിൻ്റെ കേരളത്തിലെ അണികളും നേതാക്കന്മാരും ഒരു മാധ്യമ സ്ഥാപനം അടിച്ചു പൊളിക്കാൻ പോവുകയാണ് ചെയ്യേണ്ടത്. അതാണോ? ഇന്നിപ്പോൾ അടുത്ത പോസ്റ്റ് വന്നേക്കാം, നാളെ രാവിലെ റിപ്പോർട്ടർ ടി വിയുടെ ആസ്ഥാനത്തേക്ക് സമരം നടത്തുന്നുള്ളത്. നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിൻ്റെ പീഡനം ഇല്ലാതാകാൻ പോകുന്നില്ല, അല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം ഇല്ലാതിരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല. നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത്, നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നടപടി സ്വീകരിച്ചത്, നിങ്ങൾക്കാണിത് മനസ്സിലായത്. നിങ്ങളുടെ വനിതാ നേതാക്കന്മാരാണ് ഇവനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പോസ്റ്റിലിരുത്താൻ പറ്റില്ല, ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ വനിതാ നേതാക്കന്മാരാണ്, റിപ്പോർട്ടർ ടി വി അല്ല. റിപ്പോർട്ടർ ടി വി ചെയ്തത് എന്താ? വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി കിട്ടിയാലും ടെലികാസ്റ്റ് ചെയ്യും, അത് ഇന്ന പാർട്ടി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് റിപ്പോർട്ടർ ടി വി ഈ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നത് ഈ 2 വർഷത്തൊക്കെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ചാനലായത് ഇവരുടെ ആരെയും പരിലാളന ഏറ്റുവാങ്ങിയിട്ടല്ല, കോൺഗ്രസ്സുകാരുടെ പരിലാളന ഏറ്റുവാങ്ങിയിട്ടല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പരിലാളന ഏറ്റുവാങ്ങിയിട്ടല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഈ റിപ്പോർട്ടർ ടി വിക്ക് ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ജനങ്ങളെ പ്രേക്ഷകർ തന്നതാണ്. ആ പ്രേക്ഷകർ തരുന്നതുകൊണ്ടാണെന്ന് അറിയോ? ഇമാതിരി വാർത്തകൾ മൂടി വെക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതിന് പകരം റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും എഡിറ്റോറിയൽ മെമ്പേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും അവഹേളിച്ച് പുറത്താക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തുക, പേടിച്ച് പിന്മാറുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ ഒരു മാനേജ്മെൻറ്റും അങ്ങനെ ഒരു എഡിറ്റോറിയൽ ബോർഡും അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകരും അല്ല റിപ്പോർട്ടർ ടി വിയിലുള്ളത് എന്നുള്ളതാണ്. റിപ്പോർട്ടർ ടി വി ഒരു സ്റ്റാഫിനെ എടുക്കുന്ന സമയത്തും അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല സ്റ്റാഫിനെ എടുത്തിട്ടുള്ളത്. കാരണം ഓരോ മാധ്യമപ്രവർത്തകരും റിപ്പോർട്ടർ ടി വിയിൽ വന്നതിന് ശേഷം അവരുടെ ശൈലിയും അവരുടെ രൂപം വന്ന മാധ്യമപ്രവർത്തകരുണ്ട് റിപ്പോർട്ടർ ടി വിയിൽ.
ഒന്നും അറിയാത്ത സാധാരണ കുട്ടികൾ വന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ ആരെയും ബാക്ക്ഗ്രൗണ്ട് തപ്പിപ്പോയിട്ടല്ല ഉള്ളത്. പല ആൾക്കാർക്ക് പലതായ സംവിധാനങ്ങളുണ്ട്, നമുക്കറിയാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥാനത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ. അത് റിപ്പോർട്ടർ TV എന്നുള്ളതല്ല, കേരളത്തിൽ എവിടെയാണെങ്കിലും പുറത്ത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മടിയില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയതിന് ശേഷം ഞങ്ങൾ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ശൈലിയുള്ളവരേ അല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ തെറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് മുന്നിലിട്ട് പറയാൻ ഒരു മടിയില്ല. അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന സ്ഥാപനത്തിൽ ആരുടെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ കോൺഗ്രസ്സുകാർ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പീഡനം മറയ്ക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗർഭചിത്രം മറയ്ക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടറിനെ കരിവാരിത്തേക്കാമെന്ന് വിചാരിക്കേണ്ട. അത് നിങ്ങളുടെ മനസ്സിലിരിപ്പ് മാത്രമാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളിതെല്ലാം നിർത്തിപ്പോകും, നമ്മൾ ഈ നാളെ രാവിലെ തുടങ്ങി കോൺഗ്രസിനെതിരായ വാർത്ത കൊടുക്കൂല എന്നുള്ളതല്ല. ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാം കൊടുക്കും, ഇനിയും കൊടുക്കും. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ നാളെ കൊടുക്കാൻ ഇവർ സമ്മതിക്കുകയാണെങ്കിൽ നാളെയും കൊടുക്കും. ആ വാർത്ത നമ്മുടെ കയ്യിൽ ഉണ്ട് താനും. പക്ഷെ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ഈ ഇരയായ പെൺകുട്ടികൾ പറയണം, കൊടുക്കാൻ. അവരോട് അനുവാദം മേടിച്ചിട്ടാണ് ഇതുവരെയുള്ളത് മുഴുവൻ കൊടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞതിന് ശേഷമാണ് ഇതുവരെയുള്ളത് മുഴുവൻ കൊടുത്തിട്ടുള്ളത്. അവർ പറയുന്ന വാക്ക്, ഈ പറയുന്ന കരച്ചിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണോ? ഇവർ പീഡിപ്പിച്ചതിൻ്റെയും ഇവർ ഗർഭചിത്രം നടത്തിയതിൻ്റെയും ഇവർ ചെയ്ത എല്ലാ തെമ്മാടിത്തരത്തിൻ്റെയും നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണോ? ഷാഫി പറമ്പിലിനോട് പറയുന്നത് ഷാഫി പറമ്പിൽ ന്യായീകരിച്ചോ? ഷാഫി പറമ്പിൽ ന്യായീകരിക്കാം. കാരണം എന്തുകൊണ്ടാണ്? ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കും. കാരണം ഇവർ ഒന്നിച്ചാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പേഴ്സണലി. അപ്പം ഇത് ന്യായീകരിക്കുന്ന കാര്യത്തിനൊരു ഡൗട്ടും വേണ്ട. ആ ന്യായീകരണം റിപ്പോർട്ടർ TVൻ്റെ ഓഫീസിലേക്കും റിപ്പോർട്ടർ TVയുടെ മാനേജ്മെൻറ്റിനെതിരെയും റിപ്പോർട്ടർ TVയുടെ മാധ്യമ പ്രവർത്തകർക്കെതിരെയും വരാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളത് കയ്യിൽ വെച്ചാൽ മതി. ഒരു കാര്യത്തോടെ ഞാൻ അവസാനത്തോട് പറയുകയാണ്, ദയവേത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മാധ്യമ സ്ഥാപനത്തെ തല്ലിയത് കൊണ്ടോ, ഒരു മാധ്യമ സ്ഥാപനത്തേക്ക് മാർച്ച് നടത്തിയത് കൊണ്ടോ, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വാഹനം അടിച്ചു പൊളിച്ചതുകൊണ്ടോ, ഒരു മാധ്യമ പ്രവർത്തകരെ തല്ലിയത് കൊണ്ടോ ഈ പറയുന്ന കേസില്ലാതാവില്ല. നിങ്ങളുടെ പ്രശ്നത്തിന് കണ്ണാടി തല്ലി പൊളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ അതിന് നിലപാട് സ്വീകരിക്കണം. ഒരക്ഷരം ഇന്ന് കോൺഗ്രസിലെ ഒരു നേതാവും പറഞ്ഞില്ലല്ലോ. ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഒരു ഏത് അർത്ഥത്തിലാണ് ഒരു സമരം നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ മറുപടി പറയുന്നതിന് കാരണം അവർക്കറിയാം ഇത് പറയുന്ന ഈ ഗുണ്ടാ സംഘത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. ഈ ഗുണ്ടാ സംഘത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ മറുപടി പറയാത്തത്. ഇന്നും നാളെയും സമരം നിശ്ചയിക്കുന്ന ഇവരാണ് നിശ്ചയിക്കുന്നത്. ഇവരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്, ഇവരാണ് പോസ്റ്റുകൾ തയ്യാറാക്കുന്നത്, ഇവരാണ് പ്രവർത്തിക്കുന്നത്. സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇതെല്ലാം നേതാക്കന്മാരാണെന്നാണ് വിചാരിക്കുന്നത്. ഈ നേതാക്കന്മാരാണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങി തിരിച്ചു വരുന്നത്. ഇതൊരു ഗുണ്ടാ ടീമാണ്. ഈ ടീം ചെയ്യുന്നത് സൈബർ ലിഞ്ചിങ്ങും സൈബർ ഗുണ്ടായിസാണ്. സൈബർ ഗുണ്ടായിസ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വാർത്ത വന്നതിന് ശേഷം എത്രയെങ്ങാനും സ്ത്രീകൾക്കെതിരെയാണ് വാർത്ത പുറത്തു വന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത, ഇതിൻ്റെ ഒരു ഭാഗമാക്കാത്ത കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരെ കുറിച്ച് ഞാൻ പറയുന്നത് CPMൻ്റെയും BJPൻ്റെ അല്ല. ഒരു വനിതാ പ്രവർത്തകർക്കെതിരെയും ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകർ എത്ര പേരെയാണ് ഈ പറയുന്ന പെരുവഴിയിലേക്ക് വലിച്ചിട്ടത്, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടത്. എന്നിട്ട് അവരെ അവഹേളിക്കുക. ആ കമൻ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുന്നത്. ഇതാണോ കോൺഗ്രസിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്? ഈ സംസ്കാരം നല്ലതല്ല. ദയവ് ചെയ്ത് മുതിർന്ന നേതാക്കന്മാർ ഇതിനകത്ത് ഇടപെടുക. ഇതുവരെ ചെയ്തതെന്ന് പറയുന്നത് എന്താണ്? ഇതുവരെ ചെയ്തത് ഏതോ ഒരു ടീം ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ ടീമിനെ നിങ്ങൾക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുന്നുണ്ടോ ശ്രമിക്കുക. അത് നിലയ്ക്ക് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് വരും കാലങ്ങളിൽ നിങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ക്രിമിനൽ കൂട്ടമോ എന്ന ചോദ്യത്തിന് ക്രിമിനൽ കൂട്ടമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് ഇവിടെ മേധാവിത്വം എന്നുള്ളതാണ്, കോൺഗ്രസിനകത്ത് അവർക്കാണ് മേധാവിത്വം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന പ്രവണത. നമുക്കറിയാം ഈ വാർത്ത എന്നുള്ളത് സമാനതകളില്ലാത്ത സംഭവമാണ്. ഈ വാർത്ത ആദ്യം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു, പിന്നീട് എല്ലാ മാധ്യമങ്ങളും അത് കൊടുക്കുന്നുണ്ട്. ആദ്യം ആ ശബ്ദരേഖ കൊടുക്കാനുള്ള ധൈര്യം കാട്ടിയെന്നിടത്താണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശത്രുപക്ഷത്താവുകയും ചെയ്യുന്നത്. അതിനുശേഷം തുടരെ എത്ര കോളുകൾ എത്ര പേർ വെളിപ്പെടുത്തലുമായി വന്നു, കൊടുക്കാൻ പറ്റാത്തതും സങ്കടം പറയാൻ വിളിച്ചതുമായിട്ടുള്ള കോളുകൾ. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് നേതൃത്വം VD സതീശൻ ഈ കൂടെ കൊണ്ടു നടന്നിരുന്ന നേതാവ് നിലയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായ നടപടി എന്ന് പറയുന്നു. ആ നടപടി എന്ന് പറയുന്നത് ആദ്യം ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റുകയായിരുന്നു. അത് 24 മണിക്കൂറിൽ വന്നു, ശരിയാണ്. അതിനുശേഷം പറഞ്ഞു സമാനതകളില്ലാത്ത ഒരു തീരുമാനം കോൺഗ്രസ് ഒരു വ്യത്യസ്തമായ പാർട്ടിയാണ് എന്ന് തെളിയിക്കുമെന്ന്. അങ്ങനെയാണ് ഈ സസ്പെൻഷൻ വരുന്നത്. സസ്പെൻഷനിൽ വന്ന് ഒരു പരിപാടികളും പങ്കെടുക്കാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തെ നിർവീര്യമാക്കുന്നു എന്ന നിലപാട് VD സതീശൻ ശക്തമായി അവിടെ പ്രതികരിച്ചു പോകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? നിർവീര്യമാക്കി എന്നിടത്തു നിന്നും കൂടുതൽ ഉദ്ധത വീര്യത്തോടുകൂടി ഒരു സംഘം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടീമായി ഒരു സംഘം തുടർച്ചയായി കടന്നൽ കൂട്ടമായി ആക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതാരെയാണ് ആക്രമിക്കുന്നത്? ഇതിനകത്തു നിന്ന് തന്നെ ശക്തമായി പ്രതികരിച്ച വനിതാ പ്രവർത്തകർ, വനിതാ നേതാക്കൾ. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഇങ്ങനെ ഒരു നേതാവ് വേണ്ട എന്നാണ്. നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ഇങ്ങനെ ഒരാൾ വേണ്ട എന്നാണ്. അങ്ങനെ പ്രതികരിച്ച നേതാക്കളെ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണയുണ്ട്,
താര ടോജോ അലക്സ് ഉണ്ട്. അങ്ങനെ പേരുകൾ പറയാത്ത ഒരുപാട് പേർ യൂത്ത് കോൺഗ്രസിനകത്ത്, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്, അതിനകത്തൊന്നും വനിതാ നേതാക്കൾ പ്രതികരിച്ചു. ആ പ്രതികരിച്ചവർക്കെതിരെ ആക്രമണം നടക്കുകയാണ്. ഇതിപ്പോൾ ആരാണ് ചെയ്യുന്നത്? അവരും കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരണം. ഈ ശബ്ദരേഖ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? അവർക്ക് എതിർപ്പുള്ളത് കൊണ്ടാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഈ പ്രവണത ഇത്രയും കാലം അവർ സഹിച്ചു നിൽക്കുകയായിരുന്നു എന്ന് കൂടി ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവർക്കിപ്പോൾ പറയാനൊരു സ്പേസ് ഉണ്ടായിരിക്കുന്നു, പുറത്തു വരാനുള്ള സ്പേസ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതെന്തു തരം പ്രവണതയാണ് ഇത്? ഇവർക്കാണോ ആധിപത്യം? ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇന്നിപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് നടന്ന ആക്രമണം, കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലും അതോടൊപ്പം വടകരയിൽ നടന്ന വാഹനങ്ങൾക്ക് നേരെ, നമ്മുടെ റിപ്പോർട്ടർമാർക്ക് നേരെ നടന്ന ആക്രമണം, ഇതിലൊക്കെ എന്താണ് കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന നിലപാട്? കാരണം അവർ പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരാളില്ല, ഇപ്പോൾ അയാൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അയാൾ നിർവീര്യനാണ്. നിർവീര്യനായ ഒരാളുടെ അണിയാളുകളായി നിൽക്കുന്ന ആളുകൾ ആണോ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? ആരുടെ നിർദ്ദേശത്താലാണ് ഇന്ന് ആ കരിയോയിൽ പ്രയോഗം നടന്നിരിക്കുന്നത് തൃശ്ശൂർ ഓഫീസിലേക്ക്? ആരുടെ നിർദ്ദേശം? അതറിയണ്ടേ? അങ്ങനെ ഒരാളില്ലേ? അങ്ങനെ ഒരു നേതൃത്വമില്ലേ? അല്ലെങ്കിൽ ഞങ്ങളിത് നിഷേധിക്കും, ഞങ്ങൾ ഇതിനെ പൂർണ്ണമായും ഇതിനെ എതിർക്കുന്നു, തെറ്റാണ് എന്നൊരു അപലപിക്കൽ ഉണ്ടാകണ്ടേ? അങ്ങനെ ഒരു പ്രതികരണം എന്തുകൊണ്ട് നേതാക്കളിൽ നിന്ന് വരുന്നില്ല? അവർ ഭയപ്പെടുന്നുണ്ടോ? നമുക്കറിയാം, കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകളിലായി പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള രാഹുൽ മാങ്കൂട്ടൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് തന്നെ ഏത് രൂപത്തിലാണെന്നുള്ള വാർത്ത റോഷിപാലാണ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് മുതൽ നമ്മളെ സ്കെച്ച് ചെയ്ത് വെക്കുക എന്ന രൂപത്തിൽ, റോഷിപാലിനെ സ്കെച്ച് ചെയ്ത് വെക്കുക എന്ന രൂപത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ആ ആക്രമണം പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് അങ്ങനെ വരാതെ അത് മയപ്പെടുത്തി വേറെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അത് പ്രധാന നേതാക്കളിൽ നിന്ന് നേർക്കുനേർ എന്ന രൂപത്തിലേക്ക് കണ്ടു. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു. അതിനുശേഷം നമ്മൾ നിലമ്പൂരിൽ കാണുന്നു. അവിടെയും ഈ തരത്തിൽ സൈബർ അറ്റാക്കുകൾ നടക്കുമ്പോൾ കോൺഗ്രസിലെ പല പ്രധാന നേതാക്കളും അകത്ത് പറഞ്ഞിരുന്ന കാര്യം, ഇവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരെ ഭയക്കണം. അവർ നമുക്ക് ആളുകളെ കൂട്ടിത്തരുന്നതാണ്. തെറ്റിദ്ധാരണയാണ്. അവരാണ് ജനങ്ങളെ കൂട്ടിത്തരുന്നത്. തെറ്റിദ്ധാരണയാണ്. ഇത് എങ്ങനെയാണ്? ഇത് പെയ്ഡ് പരിപാടിയാണെന്ന്. ഇതൊന്നും യഥാർത്ഥ പ്രവർത്തകരല്ല. ഇതിന്നിപ്പോൾ തലസ്ഥാനത്ത് നടത്തുന്ന പ്രതിഷേധം കണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഞാൻ അവിടുന്ന് റഹീസാണ് റിപ്പോർട്ട്. റഹീസ് പറയുന്നു, ഞാൻ ഇത്ര കാലമായി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നമുക്കറിയാത്ത ആരൊക്കെയോ വന്നിട്ടാണ് അവർ പ്രസംഗിച്ച് പോകുന്നത്. അപ്പോൾ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയാണ്. പെയ്ഡ് പരിപാടിയാണ്. ഈ പെയ്ഡ് പരിപാടി എങ്ങനെയാണ് നടക്കുന്നത്? ഇതിന് കോൺഗ്രസ് നേതൃത്വം യെസ് മൂളുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും അപലപിച്ച് രംഗത്ത് വരണമെന്നേ, പ്രതികരിക്കണമെന്നേ? എന്താണ് പ്രതികരിക്കാത്തത്? എന്താണ് ഭയക്കുന്നത്? ഇതാണോ നിങ്ങൾക്ക് വോട്ട് തരാൻ പോകുന്ന ഈ 100 സീറ്റ് എന്ന പ്രതീക്ഷ നടത്തി തരാൻ പോകുന്ന ആൾക്കൂട്ടം? ഇവരാണോ? അതായത് ഒരു പെയ്ഡ് ടീം കുറേ പോസ്റ്റുകൾ ഇടുന്നു, ആ പെയ്ഡ് ടീം തന്നെ അതിന് ലൈക്ക് ഇടുന്നു, അവർ തന്നെ അത് ഷെയർ ചെയ്യുന്നു. ഇതിങ്ങനെ നമ്മൾ തുറക്കുമ്പോഴേക്കും ഇതിങ്ങനെ വരികയാണ്. അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അപലപിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷകളാണല്ലോ. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് എടുക്കുന്ന നിലപാടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങൾ പല രൂപത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? എന്താണ് വിഷയം എന്നുള്ളതാണ്. ഈ വിഷയത്തെ ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾക്കിടയിലെ വിഷയമല്ലേ? നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? അത് സ്വകാര്യ വിഷയമല്ലേ? ഈ രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വകാര്യ വിഷയമാണോ? എത്ര പേരുടെ വിഷയങ്ങളാണ് പുറത്തേക്ക് വന്നത്? സ്വകാര്യ വിഷയമാണോ? ഗർഭചിത്രം നടത്തുന്നു, ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള സ്വകാര്യ വർത്തമാനം, അതിൽ ഒരാൾക്ക് ഗർഭചിത്രം നടത്താൻ താല്പര്യമില്ല, അപ്പോൾ അവർ തമ്മിൽ തർക്കിക്കുന്നു. ആ തർക്കമാണോ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്ത് തരത്തിലാണ് ചോദിക്കുന്നത്? ആ പെൺകുട്ടി ഇപ്പോഴും അവിടെ വേദന അനുഭവിച്ച് ട്രോമയിൽ കഴിയുകയാണ്. അവർക്ക് പുറത്തേക്ക് വരാൻ ഒരു ദിവസം വരും, അവരത് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരുത്തനായി തിരിച്ചെത്തുമെന്ന് കരുതുന്ന ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. എന്താണ് ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? ഈ കേരളം മുഴുവൻ ക്രിമിനലുകളെ പിന്തുണയ്ക്കുന്നവരാണെന്നാണോ? എന്നാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്? പാലക്കാട് വന്ന ക്ലബ്ബുകളിലും പരിപാടികളിലും പങ്കെടുത്ത സ്വീകരണം നൽകി കഴിഞ്ഞാൽ അങ്ങ് സ്വീകാര്യനാകുമെന്നോ? ഈ ജയിപ്പിച്ചവർ തന്നെയാണ് തോൽപ്പിക്കുക. ഇനി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പാർട്ടി കാണിക്കേണ്ടതുണ്ട്, ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ രാഹുൽ ഗാന്ധി അവിടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയം, അത് നടത്തിയിരിക്കുന്ന ആ പ്രക്ഷോഭം, അതിൻ്റെ എല്ലാ ശോഭയും കെടുത്തുന്ന രീതിയിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP വിഷയം ദേശീയ തലത്തിലേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവിടെ രാഹുൽ എന്ന രൂപത്തിൽ ഒരു താരതമ്യം നടത്തിക്കൊണ്ട് അവരവിടെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് അതിന് വഴിവെച്ചത്? അങ്ങനെ വഴിവെച്ച ഒരാളെ ഇനിയും വെച്ചുകൊണ്ടിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും നേട്ടമുണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് മാർച്ച് നടത്താൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് നാളെ രാവിലെ 10 മണിക്ക്. വനിതാ തീരുമാനമായിട്ടില്ല. മഹിളാ കോൺഗ്രസ് എന്നുള്ള സൂചനകൾ നേരത്തെ കേട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ മഹിളാ കോൺഗ്രസ്സുകാരെ എന്ത് തരത്തിൽ നിർബന്ധിക്കുന്നുണ്ടാവണമെന്ന് ആലോചിച്ചു. അവർക്ക് എന്തിനു തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അതാണ്. അപ്പോൾ ഇതാണ് നമ്മളിത് കേരളം ഇതൊക്കെ കാണുന്നുണ്ടെന്ന്. എന്തൊക്കെയാണ് ശബ്ദരേഖ പുറത്തു വന്നത്? ഇതൊരു സ്വകാര്യ പരിപാടിയല്ല, സ്വകാര്യമായ വിഷയമല്ല. ഇതെന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്? നമ്മൾക്ക് ഒരു ഇക്കിളി വാർത്ത കൊടുത്ത് നമുക്ക് ഒരു മഞ്ഞപ്പത്രത്തിന്റെ രൂപത്തിലേക്ക് പോകാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇതിൽ കണ്ണിൽ മനുഷ്യത്വരഹിതം
മനുഷ്യത്വരഹിതമായി പെരുമാറിയിരിക്കുന്ന വിഷയമാണ് ഇത് ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ഗൗരവം പാർട്ടി ഉൾക്കൊണ്ടു എന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, ഈ നടക്കുന്ന പേക്കൂത്തുകളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് അറസ്റ്റിലായ ആളുകൾ അവരെങ്ങനെയൊക്കെയാണ് പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കളോട് പ്രതികരിച്ചതിൻ്റെ ശബ്ദരേഖയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം ക്രിമിനലുകൾ വേണോ പാർട്ടി നേതൃത്വത്തിൽ തന്നെ? ഈ പറയുന്ന ഈ മിഥുൻ എന്ന് പറയുന്ന ആൾ, മിഥുൻ മോഹൻ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ലേ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ പോസ്റ്റിൽ വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഇല്ലാത്ത അധ്യക്ഷന് വേണ്ടി എന്തിനാണ് ഇവർ ഘോരഘോരം പ്രസംഗിച്ചത്? അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പരിപാടിയാണോ ഇത് എന്ന് സംശയിക്കാവുന്നൊരു കാര്യമായി ഇത് മാറുകയാണ്. ഇത് കേരളം ചർച്ച ചെയ്യും. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും കോൺഗ്രസ് ഉടനെ ഇടപെട്ടില്ലെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഒരു സ്മൃതി, ഈ തൃശ്ശൂരിലേക്ക് സമരം നടത്തുന്നവരുണ്ടല്ലോ, 5 പേരേ ഉള്ളൂ ആ ജില്ലയിൽ കേട്ടോ. നമ്മളൊരു സമരം നടത്തുന്നത് എങ്ങനെയാണ്? ഒരു കൂട്ടമായി വന്ന് സമരം ചെയ്യും, മുദ്രാവാക്യം വിളിക്കും. 5 പേര് തല്ലി പൊളിക്കാൻ വേണ്ടി വരികയാണ്. അതിന് മുൻപ് തന്നെ ഓഡിയോ ഇട്ട് കൊടുക്കുകയാണ്. 20 പേരടങ്ങുന്ന സംഘം വന്ന് തല്ലിപ്പൊളിക്കും. തല്ലിപ്പൊളിച്ചിട്ട് എന്താണ്, തല്ലിപ്പൊളിച്ച് റിമാൻഡിലായാലും നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിടുകയാണ്. എന്നിട്ട് അയാളും ഒന്ന് അറസ്റ്റിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജിമ്മി, ക്രിമിനൽ കൂട്ടമോ? കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഇല്ലാതായിട്ട് ഒരാഴ്ച കഴിയുന്നു. സ്വന്തമായ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പോലും പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും അവസാനം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. സ്വന്തമായ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം, ഒരു യുവജന സംഘടന. ആ സംഘടനയ്ക്ക് പക്ഷേ കൃത്യമായി കരിയോലൊഴിക്കാനും ഇത്തരം ഗോഗ്വ വിളിക്കാനും ഒക്കെ നല്ല കഴിവാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, നിങ്ങളിതിൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്വം ഇത് ശരിക്കും നടക്കുന്നതാണോ? അപ്പോൾ ഷാഫി പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. പക്ഷേ നോക്കൂ, ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ മാർച്ച് നടക്കുകയാണ്. നാളെ ഞങ്ങൾ മാർച്ച് നടത്തുമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. പക്ഷേ ആരാ നേതാവ്? ആരാ നിങ്ങളുടെ നേതാവ്? എന്താ നിങ്ങളുടെ പരിപാടി? പറയാനൊരാളില്ല. സ്വന്തമായ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത, സ്വന്തമായൊരു നേതൃത്വത്തെ ഒരുമിച്ച് നിർത്താൻ കഴിവില്ലാത്ത, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി പറയാൻ ശേഷിയില്ലാത്ത ഒരു സംഘടന ഇങ്ങനെ നടത്തുന്ന ഒരു ഗോഗ്വ വിളിയെ പുച്ഛിക്കാനല്ലാതെ വേറെ ഒന്നും തോന്നുന്നില്ല. ഒരു കരിയോയിലല്ല, ഇനിയിപ്പോൾ തല്ലായാലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, വ്യക്തിപരമായി ഞാനടക്കമുള്ളവർ ഇങ്ങനെ പലരുടെയും നിന്നും തല്ലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും അല്ല വിഷയം. പ്രശ്നം നിങ്ങൾക്ക് തല്ലാനാണ് പരിപാടിയെങ്കിൽ, കരിയോലൊഴിക്കാനാണ് പരിപാടിയെങ്കിൽ അത് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. നിങ്ങളുടെ നേതൃത്വം അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമോ? ശരി, ഇതാണ് ഞങ്ങളുടെ വിഷയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേർക്കും നേർന്ന് ഫൈറ്റ് ചെയ്യാനുള്ള നിലവാരമെങ്കിലും ഉണ്ട്. ഇത് ആ നിലവാരം പോലും ഇല്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് കുറേ നേതാക്കളായിരിക്കാം ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏതൊക്കെയോ സംഘങ്ങൾ പാവക്കൂത്തുകളെ പോലെ നിഴൽ നാടകം ആടുന്നത് പോലെ നിന്ന് കളിക്കുകയാണ്. എന്തിനാ ചെയ്യുന്നത്? ആര് പറഞ്ഞിട്ടാ? എന്താ? എവിടെയാ? ഒരു വിവരവുമില്ല. കേരള ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട പടിയിറക്കമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ല, ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ നേതാവ് പടിയിറങ്ങിയെങ്കിൽ ഏറ്റവും നാണം കെട്ടതാണ് ഇതുവരെയുള്ളത്. അത്രയും വലിയൊരു നാണക്കേടുണ്ടാകുമ്പോൾ അത് മറികടക്കാനുള്ള നടപടികൾ എന്താണ് എടുക്കേണ്ടത്? നിങ്ങൾ കൃത്യമായി പുതിയൊരു പ്രസിഡന്റിനെ കൊണ്ടുവരണം. ഈ വിഷയത്തിൽ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയണം. പുതിയ സംവിധാനം വരണം. ഇതൊക്കെയാണ് തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസോ അല്ല സ്ത്രീ വിഷയത്തിൽപ്പെട്ട് നാണം കെട്ടുള്ളത്. ഒരുപാട് പാർട്ടികളുണ്ടായിട്ടുണ്ട്. അവരൊക്കെ അത് എങ്ങനെയാണ് മറികടന്നതെന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒന്നുമല്ലെങ്കിൽ സംഘടനയ്ക്കകത്ത് ഒതുക്കാനറിയാം, അതല്ലെങ്കിൽ പരസ്യമായി പ്രസ്താവനയായി വരും, നടപടികളുണ്ടാകും. ഇതൊന്നും ചെയ്യാതെ എന്തൊക്കെയോ ബഹളങ്ങൾ കൂട്ടി ഓരോ ദിവസവും ഇന്ന് രാവിലെ എന്താണ് ചെയ്യാമെന്ന് ഇന്ന് രാവിലെ ആലോചിക്കും, നാളെ രാവിലെ എന്താ ചെയ്യുന്നതെന്ന് അത് നാളെ നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ പോയി സ്വന്തം വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സംഘത്തിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റല്ലേ പോയുള്ളൂ, സമിതി ഉണ്ടല്ലോ. ഈ സമിതിയിലെ നേതാക്കളോട് ഒരു ഒറ്റ ചോദ്യം: നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഒരു പരിപാടി? അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഓഡിയോ ക്ലിപ്പുകൾ ഞങ്ങൾ പുറത്തുവിട്ടു എന്നുള്ളതാണോ? അതോ ഞങ്ങൾക്കെതിരെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആരോപണമുണ്ടോ? ഇനി അതല്ല, നിങ്ങളുടെ പേടി ഇനിയും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാവുന്ന ഓഡിയോ ക്ലിപ്പുകളും മറ്റ് തെളിവുകളും ഞങ്ങൾ പുറത്തുവിടും എന്ന് വിചാരിച്ച് നിങ്ങളുടെയെങ്കിലും, നിങ്ങളുടെയോ നിങ്ങളുടെ നേതാക്കളുടെയോ എന്തെങ്കിലും സാധനങ്ങൾ ഞങ്ങൾ പുറത്തുവിടും എന്ന് പേടിച്ചിട്ടുള്ള മുൻപേയുള്ള അടിയാണോ? ആ പേടിയാണെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ തടഞ്ഞതുകൊണ്ടാവില്ല. ഇത്തരം തെളിവുകളും ഇത്തരം സാധനങ്ങളും വരേണ്ട സമയത്ത് കൃത്യസമയത്ത് പുറത്തുവിടാൻ ഞങ്ങൾക്കറിയാം. അത് കൃത്യമായ തെളിവുകളുടെ അഭാവം കൊണ്ട് മാത്രമാണ്, നിങ്ങളെ പേടിച്ചിട്ടോ നിങ്ങളോട് ദയ കാണിച്ചുകൊണ്ടോ അല്ല. കുറച്ചുകൂടി അതിന് വ്യക്തത വരാനുള്ളത് കൊണ്ടാണ് എല്ലാ കാലത്തും എല്ലാ മാധ്യമ പ്രവർത്തകരും ചെയ്യുന്ന പോലെ ഞങ്ങളും അത് കാത്തുവെക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ആയിരിക്കാനാണ് സാധ്യത ഈ സംഘം ഇത് ചെയ്യുന്നതിൻ്റെ പേരിൽ.
ഒരു കാര്യം വളരെ വ്യക്തതയോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വർഷം കഴിഞ്ഞ് ഇത് ചരിത്രം എഴുതുമ്പോൾ എങ്ങനെയാണ് ഇതിനെ രേഖപ്പെടുത്തപ്പെടുക? രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവജന നേതാവ്, സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഒരു അലിഗേഷൻ ഉണ്ടായി. ആ അലിഗേഷൻ വളരെ നാണം കെട്ടത്. റിപ്പോർട്ടർ TV അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടു. അതിനുശേഷം റിപ്പോർട്ടർ TVയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ഇതാണല്ലോ അവസാനം ചരിത്രത്തിൽ എഴുതി വയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്കാണ് നാണക്കേട്. നിങ്ങൾ അവസാനം രാഹുൽ മാങ്കുട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിക്കാരനല്ല. അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കളഞ്ഞു. നിങ്ങൾക്ക് അയാൾ ഒന്നുമല്ല, നിങ്ങൾ അവളെ പുറത്താക്കി കഴിഞ്ഞു. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, വനിതാ നേതാക്കൾ എല്ലാവരും ഇദ്ദേഹത്തെ കൈയൊഴിഞ്ഞും കഴിഞ്ഞു. എന്നിട്ട് രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി ഒരു ഷാഡോ യുദ്ധം നടത്തുകയാണ്. അപ്പോൾ ശരിക്കും രാഹുൽ മാങ്കുട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന സന്ദേശം കൂടിയല്ലേ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്? കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ആളുകൾ വെറുക്കപ്പെടുന്ന, അദ്ദേഹത്തിന് സംശയത്തിന് ആനുകൂല്യമൊക്കെ കൊടുക്കാം, പക്ഷേ തൽക്കാലം ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യന് വേണ്ടി നിങ്ങളെടുക്കുന്ന വിടുപണി, നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസം ഇതൊന്നും ശരിയല്ലെന്നും ഇത്തരം ആളുകളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പോലും പാടില്ലെന്നും അവസാനം കൂട്ടായ തീരുമാനമെടുത്ത് അയാളെ സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനവുമെല്ലാം റദ്ദാക്കുന്നതാണ് രാഹുൽ മാങ്കുട്ടത്തിലെ രാജിക്ക് കാരണമായ റിപ്പോർട്ടർ TVയിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തുന്ന ഈ ആക്രോശങ്ങളും ഈ ഗോഗാവിളികളും. അതുകൊണ്ട് ഓരോ മാർച്ചുകളും ഇനിയും നടത്തിക്കൊള്ളൂ. നിങ്ങളുടെ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ ഗതികേടാണ്, നിങ്ങളുടെ യോഗമാണ്. അനുഭവിച്ചുകൊള്ളുക. സുജിയ, ക്രിമിനൽ കൂട്ടമാണോ? ഒരു ക്രിമിനൽ ആയിരുന്നല്ലോ അധ്യക്ഷ സ്ഥാനത്ത് എന്നുള്ളത് അയാളെ പാർട്ടി തന്നെ പുറത്താക്കി മാറ്റി നിർത്തിക്കൊണ്ട് പ്രൂവ് ചെയ്ത സാഹചര്യത്തിൽ അയാളുടെ കൂടെയുള്ള അണികളുടെ ഒരു നിലവാരം എന്താകും എന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരമാണ് എന്തായാലും ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. കാരണങ്ങൾ പലതും നിരത്തുമെങ്കിലും, അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പല കാര്യങ്ങൾ വാദങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കും എങ്കിലും, ഇവിടെയുള്ള ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന, നിലവിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആയി തുടരുന്ന വ്യക്തിക്കെതിരെ വന്ന വെളിപ്പെടുത്തലുകളാണ്. ആ വെളിപ്പെടുത്തലുകൾ സംപ്രേഷണം ചെയ്യുക എന്നത് മാധ്യമങ്ങൾ എല്ലാവരും ചെയ്ത ജോലിയാണ്. എന്നാൽ റിപ്പോർട്ടർ എന്ന ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്ത, അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്ത ശബ്ദരേഖ അയാളുടെ പുറത്താകലിലേക്ക് നയിച്ചു. അതുകൊണ്ട് റിപ്പോർട്ടർ എന്ന മാധ്യമ സ്ഥാപനം എന്തോ അജണ്ട വെച്ച് പെരുമാറി എന്ന രീതിയിൽ ഇവിടേക്ക് മാത്രം പിൻപോയിന്റ് ചെയ്യാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു സാറേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടറാണ് ഇവരെല്ലാവരും കാണുന്നത്. കോൺഗ്രസ്സുകാർ മുഴുവൻ കാണുന്നത് റിപ്പോർട്ടറാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനലും റിപ്പോർട്ടറാണ്. അതുകൊണ്ടാണല്ലോ റിപ്പോർട്ടറിൽ വരുന്ന ഒരു വാർത്ത ഇത്രത്തോളം അവർ ഭയക്കുകയും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലേക്കും ഇല്ലാത്ത ആക്രമണം റിപ്പോർട്ടറിന്റെ തൃശൂർ ബ്യൂറോയിലേക്ക് നടത്തുകയും ചെയ്തത്. അതിൽ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് നമ്മളെ അംഗീകരിക്കുകയാണ്. റിപ്പോർട്ടറിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കരിയറിന് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു വന്ന കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ജനമറിയും, ജനം വിശ്വസിക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയും ആധി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ ഇതേ രീതിയിൽ ഇവർ പെരുമാറണമല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ വാർത്തകളുടെ വിശ്വാസ്യത തന്നെയാണ്. അത് ഇന്നത്തെ ആക്രമണത്തിലൂടെ അവർ അരക്കിട്ട് ഉറപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. താങ്ക്സ് ടു യൂത്ത് കോൺഗ്രസ്. അപ്പോൾ അവർ കാണിച്ച ആക്ടിവിറ്റി ക്രിമിനൽ ആക്ടിവിറ്റി ആയതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ആ ആക്രമണം നടത്തിയ ആളുകളിൽ 1-2 പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും ഒക്കെ കൂടെ ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടു. അവരുടെ ആളാണെന്ന് പറയുന്നു. അതൊക്കെ പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണ്. എന്തായാലും ഇത്രയും താല്പര്യം കോൺഗ്രസിൽ നിന്ന്, കോൺഗ്രസ് തന്നെ തങ്ങളുടെ കൂടെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ നിന്ന് മാറ്റിയിരുത്താൻ തീരുമാനിച്ചാൽ മാറ്റിയിരുത്തുമോ എന്നുള്ളത് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നമുക്ക് കാണാം. കാരണം ഇവിടെ പറഞ്ഞതുപോലെ VD സതീശൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ട് എനിക്കതിനെ തോന്നാത്തതിന്റെ ഒരു കാരണം സസ്പെൻഷന്റെ കാലാവധി ഡിക്ലെയർ ചെയ്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് തിരിച്ചു വരാം. ആ തിരിച്ചു വരാനുള്ള വഴിയൊരുക്കാനായി പാലക്കാട്ട് ഒരു സംഘാടക സമിതിയൊക്കെ രൂപീകരിക്കാനായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുമ്പോൾ ഒരു കാലാവധി പറഞ്ഞിട്ടില്ലാത്ത ഒരു സസ്പെൻഷൻ മുൻനിർത്തിക്കൊണ്ട് ധീരമായ വൻ നടപടിയെടുത്തു എന്നൊന്നും ഞാൻ എന്തായാലും കരുതുന്നില്ല. ഇപ്പോഴും അയാൾ ശക്തനല്ല എങ്കിൽ അയാൾക്ക് വേണ്ടി ഈ വെട്ടുക്കിളിക്കൂട്ടം ഇങ്ങനെ ഇറങ്ങി ആർത്തിരമ്പി നടക്കേണ്ട കാര്യമില്ലല്ലോ. കാണുന്നതെല്ലാം കൊത്തിപ്പറിക്കുകയാണ്. വിളവേതാണ് പതിരേതാണ് എന്നറിയാതെ എല്ലായിടത്തും പോയി കൊത്തിപ്പറിക്കുന്ന ഒരു വെട്ടുക്കിളി കൂട്ടത്തെ തുറന്നു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സത്യം എന്താണ്, കള്ളം എന്താണ് എന്നൊന്നും അറിയണ്ട. കാണുന്നതെല്ലാം കൊത്തിപ്പെറുക്കിക്കൊണ്ട് അവിടെയും ഇവിടെയുമായി ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ഛർദിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ വിദ്വേഷ പ്രചാരണമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരായുധം. അത് അവർ കാലാകാലങ്ങളായി ചെയ്തു വരുന്നതാണ്. ഇവിടെ അതിന് കൃത്യമായി ഒരു സംഘടിത സ്വഭാവം കൈവന്നിരിക്കുന്നു. അത് കോൺഗ്രസിലെ മുഴുവൻ ആളുകളും ഏറ്റെടുക്കുന്നില്ലെന്നേ നമ്മൾ കൃത്യമായി നോക്കിയാൽ മനസ്സിലാക്കാം. കോൺഗ്രസിലെ മുഴുവൻ ആളുകൾ ഏറ്റെടുക്കുന്നില്ല. കൃത്യമായി ഇവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോഴും ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഒരേപോലെ നിൽക്കുന്ന കുറെ പൊയ് മുഖങ്ങളെ തുറന്നു കാട്ടുന്നതിന് ഈ അവസരം എന്തായാലും ഉപയോഗപ്പെടുത്താൻ മലയാളികൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ വിഷയത്തിന് ഒരു പോസിറ്റീവ് സൈഡായിട്ട്. നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, തിന്മയാണ്. അതിൽ കുറച്ച്
കുറച്ച് ഓണമൊക്കെ അല്ലേ, കുറച്ച് നന്മയെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്തെ നന്മയായിട്ട് ഞാൻ കാണുന്നത് എന്തായാലും ഈ കൂട്ടരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നത് നല്ല നിലാവ് പോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ നിലാവിൽ നല്ല രീതിയിൽ കാണാം. അപ്പോൾ അതിനിടയിൽ ഓലിയിടുന്ന ചില കുറുക്കന്മാരെയും കാണാം. അപ്പോൾ ആ കുറുക്കന്മാർ ആരാണ് എന്നുള്ളത് മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവരിങ്ങനെ ഓലിയിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് സംഗീതമാണ് അവരുടെ ശബ്ദമെന്നാണ്, പക്ഷേ അത് യഥാർത്ഥത്തിൽ കുറുക്കൻ്റെ ഓലിയിടലാണ്. അപ്പോൾ അത് അവർ തുടരട്ടെ. ഇനിയിപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വാർത്താ ചാനൽ പുറത്തുവിട്ട വാർത്ത, ആ വാർത്ത നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല, പാർട്ടി വിശ്വാസത്തിലെടുക്കുന്നില്ല എങ്കിൽ എന്തിനാണ് നടപടിയെടുത്തത്? പാവ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾക്ക് പാലക്കാട്ട് വന്ന് MLA ആയി ഇനിയുള്ള 7 മാസം പ്രവർത്തിക്കാനുള്ള അവസരം എന്തിനാണ് നഷ്ടപ്പെടുത്തിയത്? ഞാൻ നേരത്തെയും ചോദിക്കുന്നതാണ്. നിങ്ങൾ കാരണം പറയാതെ, പാർട്ടിയുടെ തലത്തിൽ അന്വേഷണം നടത്താതെ എന്തിനാണ് അയാളെ പുറത്താക്കിയത് എന്ന് പൊതുസമൂഹത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് പാർട്ടിയിലുള്ളവരെ പോലും ബോധ്യപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അയാളെ മാറ്റി നിർത്തുന്നു, എന്നിട്ട് അടിയിൽ കൂടി അയാൾക്ക് വേണ്ടിയുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായി കുറെ സിൽബന്ദികളെ ഇറക്കി വിടുന്നു. ആ ആളുകളാണെന്നേ ചെന്ന് ആക്രമിക്കുകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും വാഹനങ്ങൾ തടയുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് വടകര MP വന്ന് ഇന്ന് വലിയ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് കണ്ടു. വടകര MP ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പാലക്കാട്ടേക്ക് അദ്ദേഹത്തിന് പോകേണ്ട കല്യാണത്തിന്റെ ആവശ്യത്തിൽ അദ്ദേഹം ഉറപ്പായിട്ട് കല്യാണത്തിനൊക്കെ പോകണം കേട്ടോ. ആ കല്യാണത്തിനൊക്കെ പൊക്കോട്ടെ, അവിടെ C ചന്ദ്രനെ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്തോട്ടെ. പക്ഷേ അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് ഇറക്കിയതാരാണ്? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാലക്കാട് മണ്ഡലത്തിൽ ഞാൻ തന്നെയാണ് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട്, ആ ബൈറ്റൊക്കെ എന്തായാലും നമ്മുടെ ആർക്കൈവിലൊക്കെ ഉണ്ടാകും. ഞാൻ തന്നെയാണ് ഇവൻ, എന്നെപ്പോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കണം, എന്നെപ്പോലെ തന്നെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പാലക്കാട്ടുകാർക്ക് സംഭാവന ചെയ്തത് ആരാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് പാലക്കാട്ടുകാർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അപ്പോൾ അവിടേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ അടൂരിലെ വീട്ടിൽ നിന്ന് പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട്ടെ പരിപാടികളിലൊക്കെ സജീവമാക്കി ഇനിയുള്ള 7 മാസം MLA ആക്കാൻ വേണ്ടി, MLA ആയി തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഈ ആക്രമണങ്ങളുടെയൊക്കെ മറവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ ഒറ്റ കാര്യമേ പറയാനായിട്ടുള്ളൂ. എല്ലായിടത്തും വാർത്തയായ ഒരു കാര്യത്തിൽ ഒരു ചാനലിനെ മാത്രം നിങ്ങൾ കൃത്യമായി കേന്ദ്രീകരിക്കുകയും ആക്രമിക്കുകയും അതിനുവേണ്ടിയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് തുടർച്ചയായി പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് എക്സ്പോസ്ഡ് ആകുന്നത്. നിങ്ങളൊരു ക്രിമിനൽ കൂട്ടമാണ് എന്നത് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി, അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ട് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ വോട്ട് ചോരി സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു എക്സ്പോസ് നടത്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് നിൽക്കുമ്പോഴാണ് ആ ഇമേജിനെ പൂർണ്ണമായി നള്ളിഫൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒന്നുമല്ല, രാഹുൽ ഗാന്ധി വോട്ട് അധികാർ യാത്ര അത് തുടരുകയാണ്. 1-ാം തീയതി വലിയ സമ്മേളനമായി അവസാനിക്കേണ്ട യാത്രയാണ്. അപ്പോൾ സെപ്റ്റംബർ 1 ഇനി 2-3 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ വലിയ സമ്മേളനം പാറ്റ്നയിൽ നടക്കാൻ പോകുമ്പോൾ അതിലേക്കല്ലെന്നേ ഫോക്കസ്. ഇവിടെ ഫോക്കസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി വെച്ച ആ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ തുടർച്ചയിലേക്കാണ്. അപ്പോൾ അവിടേക്ക് ആ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തത് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും തിരിച്ചറിയണം. ഒരു പരസ്യ പ്രതികരണം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധി എന്ന MP നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വെറും വാചാടോപം മാത്രമാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ചും സ്ത്രീകൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനൊപ്പമാണ് യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ ചെയ്ത ഈ 5 പേരെയും തള്ളി പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പോഴും ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലേ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തായിട്ടുള്ളൂ. ബാക്കി വൈസ് പ്രസിഡന്റ്സ് അടക്കം, അബിൻ വർക്കി അടക്കമുള്ള എല്ലാവരും ഉണ്ടല്ലോ. ഈ ക്രിമിനലുകൾക്ക് കൂടെ ഞങ്ങളില്ല. ഇപ്പോൾ ഈ ഓഫീസ് ആക്രമണം നടത്തിയ ഏറ്റവും കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണല്ലോ. എന്നിട്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്തേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഒരു ഓഫീസിൽ കൊണ്ടുപോയി കരിയോയിൽ ഒഴിക്കുന്നതാണോ നിങ്ങളുടെ വലിയ മര്യാദ എന്ന് പറയുന്നത്? എന്ത് മര്യാദയാണുള്ളത്? നിങ്ങൾ ഭരണഘടനയെക്കുറിച്ച് പറയുമല്ലോ, അതിനകത്ത് തന്നെയാണല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിൾ നിങ്ങൾ കണ്ടില്ലേ? അതോ ആ പേജ് അങ്ങ് മറിച്ചു വിടുകയാണോ ചെയ്തത്? നിങ്ങൾക്ക് സെലക്റ്റീവായിട്ടുള്ള ഒരു ഭരണഘടന റീഡിംഗ് ആണോ ഉള്ളത് എന്നതാണ് രാഹുൽ ഗാന്ധിയോടുള്ള എൻ്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി വെച്ചതിൻ്റെ ആ ഒരു പാപഭാരം പേറേണ്ടി വരുന്നത് നല്ല രീതിയിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ആയിരിക്കും. ഇവിടെ മൗനം പാലിക്കുന്നവരും അതൊരു കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങൾ ഒന്നുകിൽ തെറ്റിന് കൂട്ടു നിൽക്കുക, അല്ലെങ്കിൽ തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞ് എതിർക്കുക. തെറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ നിങ്ങളും ആ തെറ്റിന് കൂട്ടു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ക്രിമിനൽ കൂട്ടത്തിന് കീഴടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ എൻ്റെ ബോധ്യം. അത് തെറ്റാണെന്ന് തെളിയണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും നല്ല മനസ്സുള്ള കുറേ ആൾക്കാരുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ ഈ കുറ്റക്കാരെ തള്ളി പറയാൻ തയ്യാറാകണം. ശരി, ക്രിമിനൽ കൂട്ടമോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.